അവോധയുടെ ഗവൺമെൻറ് എക്സാംസും അതിൻ്റെ ഒരു എൻറ്റയർ ഇക്കോസിസ്റ്റത്തിനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവോധ വെരി റീസെൻ്റ്ലി നമ്മൾ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മളുടെ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്ന എക്സാംസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ള എക്സാംസ് കണ്ടുപിടിച്ചിട്ട് അതിന് മാത്രമായിട്ടാണ് നമ്മളിപ്പം ട്രെയിനിങ്സ് പ്രോഗ്രാംസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കുന്ന സമയത്ത് വളരെ റിഗറസ് ആയ ഒരു ക്വാളിഫിക്കേഷൻ മെട്രിക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ഫോർമർ സിവിൽ സർവൻസ്, ഈ എക്സാംസ് പാസ്സായതിനു ശേഷം ടീച്ചിങ് ഫീൽഡിലേക്ക് വന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു MA ക്വാളിഫിക്കേഷൻ വെച്ച് മിനിമം വരുന്ന ടീച്ചേഴ്സ്, ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനകത്ത് ഇതിന് മുൻപ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം ഹൈ സക്സസ് സ്വയമായിട്ട് കാണിച്ച ആൾക്കാർ, നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഈക്കോസിസ്റ്റത്തിലുള്ള പോലെ തന്നെ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഈക്കോസിസ്റ്റം ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ ആ ഒരു കളക്ഷൻ ഓഫ് കോഴ്സസ് ആണെങ്കിൽ ഇൻഡസ്ട്രീനകത്തുള്ള എക്സ്പേർട്സ് ആയ ടീച്ചേഴ്സിനെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോഴ്സ് കണ്ടന്റും കോഴ്സ് ക്വാളിറ്റിനെ പറ്റി ആരും ഒരു കുറ്റവും പറയാത്തത്. അത് അത്ര നല്ല രീതിയിൽ മാർക്കറ്റിൽ ലീഡിങ് ആയി വന്നത്. ഇതേ ഒരു ഫിലോസഫിയാണ് നമ്മൾ ഗവൺമെൻറ് എക്സാം സെഗ്മെൻറ്റിൽ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിപ്പം PSC ലോഞ്ച് ചെയ്ത സമയത്തും RRBയും SSC ലോഞ്ച് ചെയ്ത സമയത്തും നമ്മളും ഈ ഹൈ ക്വാളിറ്റി കോഴ്സ് കണ്ടന്റ് ആണ് എന്നുള്ള രീതിയിൽ നമ്മളത് പുഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ വന്നിട്ട് ഡൗട്ട് ചോദിച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ആ ഇക്കോസിസ്റ്റം മുമ്പിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഗവൺമെൻറ് എക്സാം എന്ന് പറയുന്ന സെഗ്മെൻറ്റ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടണമെന്നില്ല. അത് നമ്മളുടെ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും വേക്കൻസീസിൻ്റെ എണ്ണം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ നമ്മുടെ PSCയിൽ ടോട്ടൽ വരുന്ന ആപ്ലിക്കൻസിൻ്റെ കൗണ്ട്, ആ PSCയിൽ അവൈലബിൾ ആയിരിക്കുന്ന വേക്കൻസീസ്, അത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ UPSCയിൽ വരുന്ന ആപ്ലിക്കൻസ് എത്ര പേര് പരീക്ഷ എഴുതുന്നു, എത്ര വേക്കൻസീസ് ഉണ്ട്, അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതേ കോൺസെപ്റ്റ് എല്ലാ ഗവൺമെൻറ് സർവീസിനകത്ത് വാലിഡ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടർ പോലെയല്ല. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഗ്രാഫിക് ഡിസൈൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കാഡമി, ഇപ്പോൾ നമ്മുടെ ഏത് കോഴ്സ് എടുത്ത് നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവോധയിനകത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് വേക്കൻസീസിൻ്റെ എണ്ണം നമ്മൾ ക്യൂറേറ്റ് ചെയ്യും. ഒരു പ്രൈവറ്റ് സെക്ടർ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഒരു 5 ലക്ഷം 6 ലക്ഷം വേക്കൻസീസ് എല്ലാ വർഷം ആഡ് ആവുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ മാത്രമേ അവോധ ആ ടൈപ്പ് ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുള്ളൂ, വേക്കൻസീസ് നോക്കിയിട്ട്. പക്ഷേ ഗവൺമെൻറ് എക്സാമിൻ്റെ കേസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം വേക്കൻസീസിന് എണ്ണം എപ്പോഴും ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് അവോധ എന്താ ചെയ്യണേ, നമ്മൾ കരിയർ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യാണ്, ഒരു ആഡ് ഓൺ നമ്മൾ ലോഞ്ച് ചെയ്യാണ്. കരിയർ പ്രൊട്ടക്ഷൻ പ്ലാനിനകത്ത് എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് കാണാം. നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻറ് എക്സാം എഴുതുകയാണ്. ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ BA ഹിസ്റ്ററി പഠിച്ച സ്റ്റുഡൻ്റാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ എന്തായാലും അറിയും, അല്ലെങ്കിൽ ആ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അറിയും. ഞാൻ BA ഹിസ്റ്ററി പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. അതിനുശേഷം ഞാൻ UPSC പ്രിപ്പറേഷന് പോയിട്ടുണ്ടായിരുന്നു. UPSC പ്രിപ്പറേഷൻ ഞാൻ ഏറെക്കുറെ ഒരു 2 വർഷം അതിന് പുറകിലുണ്ടായിരുന്നു. എല്ലാ മോക്ക് ടെസ്റ്റിനും, ഞാൻ ചോദിക്കാൻ വേണ്ടി പറയുന്നില്ല, പക്ഷേ എല്ലാ മോക്ക് ടെസ്റ്റിനകത്തും എല്ലാ ഈ പരീക്ഷനകത്തും നല്ല മാർക്ക് കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷേ UPSCയുടെ പ്രിലിംസ് പോലും എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടെ ഞാൻ തോറ്റുപോയി. അപ്പോൾ UPSCയുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റാണ്ടായിട്ടാണ് പിന്നീട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബിന് കയറിയിട്ട് പിന്നീട് ആ ഒരു മേഖലയിൽ എൻ്റെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നോക്കിയത്. അതിനുശേഷം അവോധ എന്നുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരെയൊക്കെ എത്താൻ പറ്റി. ഇനി ഞാൻ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു അവോധയുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീം, ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് അവോധയിൽ വരികയാണെങ്കിൽ ഒരു ബെനിഫിറ്റ് ഇല്ലാണ്ട് ഒരിക്കലും തിരിച്ചു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ കരിയർ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നുള്ളൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെൻറ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിനകത്ത് വന്നിട്ട് RRB അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ നമ്മുടെ PSC ഏത് എക്സാം വേണമെങ്കിൽ ആയിക്കോട്ടെ, നമ്മുടെ ഗവൺമെൻറ് എക്സാംസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നമ്മൾ വേറൊരു ഈക്കോസിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു ലാർജ് കളക്ഷൻ ഓഫ് കോഴ്സസ് ഓൾറെഡി ഉണ്ട്. ഇനിയും ആ കളക്ഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. സിമിലർലി ഗവൺമെൻറ് എക്സാം സെഗ്മെൻറ്റ് നമ്മൾ ഇനിയും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഗവൺമെൻറ് എക്സാം സെഗ്മെൻറ്റിനകത്ത് നിങ്ങളിപ്പോൾ ഒരു അഡ്മിഷൻ എടുക്കുകയാണ്, നിങ്ങളിപ്പോൾ RRBക്ക് അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് പിന്നീട് ആ പരീക്ഷ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് സ്വിച്ച് ചെയ്യാം. SSCയിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് PSCയിലേക്ക് സ്വിച്ച് ചെയ്യാം, UPSCയിലേക്ക് സ്വിച്ച് ചെയ്യാം, ബാങ്ക് ടെസ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. അവോധ ഇനി ആഡ് ചെയ്യാൻ പോകുന്ന കോഴ്സുകൾ ഏത് കോഴ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാം. പക്ഷേ ഞാൻ പിന്നെയും പറഞ്ഞ പോലെ ഗവൺമെൻറ് എക്സാംസിൻ്റെ കാര്യം, അതിൻ്റെ റിയാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗവൺമെൻറ് എക്സാം ഡ്രീം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഞങ്ങളുടെ കരിയർ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നുള്ള ആഡ് ഓൺ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് വിത്തൗട്ട് എനി അഡീഷണൽ കോസ്റ്റ്, വേറൊരു കോസ്റ്റോ വേറൊരു അമൗണ്ട് അഡീഷണൽ അടയ്ക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് സെക്ടർ ഇക്കോസിസ്റ്റത്തിലേക്ക് സ്വിച്ച് ചെയ്യാം. പ്രൈവറ്റ് സെക്ടർ ഇക്കോസിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ പ്രൈവറ്റ് സെക്ടർ ജോലികൾ കിട്ടാനുള്ള കോഴ്സുകളിലേക്ക് സ്വിച്ച് ചെയ്യാം. അതിന് കൂട്ടത്തിൽ വരുന്ന ഇൻറ്റേൺഷിപ്പും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ് ത്രൂ ഞങ്ങൾ ഹോപ്പ് ചെയ്യണത് നിങ്ങൾക്ക് ഒരിക്കലും, ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് എക്സാം മേടിച്ച് കഴിഞ്ഞാൽ
പല സ്ഥലത്തും നമ്മളിപ്പോൾ ഗവൺമെൻറ് എക്സാം കോഴ്സ് മേടിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഫുൾ ലോസിലേക്കാണ് പോകാറ്. പക്ഷേ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ടീം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ടെക്നിക്കൽ ടീമിൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ അവോധയിൽ ഒരു സ്റ്റുഡൻറ്റ് വരികയാണെങ്കിൽ ഒരിക്കലും ഒരു ലോസ് ആയിട്ട് പോകരുത്, തിരിച്ചു പോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കരിയർ പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നുള്ളൊരു ആഡ് ഓൺ എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ അവൈലബിൾ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഐ റിയലി ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു ക്ലിയർ ദി എക്സാം. നിങ്ങൾ ഗവൺമെൻറ് എക്സാംസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ജോബിലേക്ക് പോകും എന്ന് ഞാൻ ശരിക്കും ഹോപ്പ് ചെയ്യുന്നുണ്ട്. ഹവെവർ, ഇഫ് യു കാൻ ഡു ഇറ്റ്, യു ക്യാൻ ഓൾവേസ് ഓപ്റ്റ് ഫോർ അവർ കരിയർ പ്രൊട്ടക്ഷൻ പ്ലാൻ. താങ്ക് യു ഗൈസ്.